ഹലോ, ഇത്തവണ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു ബീച്ച് ഹൗസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഈ ബീച്ച് ഹൗസിൻ്റെ പേരാണ് അബിദീപ്സ് പാരഡൈസ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാനാണ് കേട്ടോ ഇവിടെ വന്നത്. ഈ ബീച്ച് ഹൗസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബീച്ച് ഉണ്ടാവും. പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്കും ശാന്തവും സമാധാനമായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ അത്. ഒരു 2-3 ഫാമിലിക്കും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ പ്ലേസാണ് ഈ അബിദീപ്സ് പാരഡൈസ്. ബീച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ബീച്ച് ഹൗസിൽ 3 റൂമുകളാണ് ഉള്ളത്. 2 നോർമൽ റൂംസും 1 റൂം ഡോമിറ്ററിയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ബീച്ച് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 50 മീറ്റർ എങ്ങാനും നടക്കാനുണ്ടാവുള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബീച്ച് ആക്സസ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അതോടൊപ്പം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. പുറത്തുനിന്നുള്ള യാതൊരു വിധത്തിലുള്ള ഇൻ്റർഫറൻസും നമുക്കുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറി ഒന്ന് സെറ്റായി. ഞങ്ങളിതേ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിതേ നേരെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ബീച്ചിലെത്തി. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അതുപോലെ തന്നെ നീറ്റുമായിരുന്നു. വേവ്സൊക്കെ കുറച്ച് റഫായിരുന്നു. പക്ഷേ അവിടെ കരിങ്കൽ ഭിത്തി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഇറങ്ങുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു, ഭയങ്കര മെമ്മറബിളും ആയിരുന്നു.
അങ്ങനെ ബീച്ചിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ചായയും നല്ല ചൂടുള്ള പഴംപൊരിയും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിയുണ്ട്. അവർ നല്ല ഫ്രഷായിട്ട് നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്ത് അടുക്കളയിൽ നിന്ന് നേരിട്ട് നമുക്ക് കൊണ്ടുതരും. അതുപോലെ തന്നെ രാത്രി ഞങ്ങൾക്ക് ബാർബിക്യൂ ആയിരുന്നു. ഫിഷ് ഗ്രിൽ ചെയ്തതും ചിക്കൻ ഗ്രിൽ ചെയ്തതും അതിനോടൊപ്പം തന്നെ ചപ്പാത്തിയും ഫ്രൈഡ് റൈസും അങ്ങനെ ഒരുവിധം ഫുഡ് ഐറ്റംസൊക്കെ അവരുണ്ടായിരുന്നു. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ് അവർ കുക്ക് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ അവിടെ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ വലിയൊരു സ്പീക്കറിൽ പാട്ടും കാര്യങ്ങളും അങ്ങനെ ഒരു ഫുൾ നൈറ്റ് ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും ഞങ്ങൾ ഇതിലെടുത്തില്ല, രാത്രിയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ലൈഫിൽ എന്നും ചെറിഷ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു അത്.